Hello everyone. 2025 JEE Mainന്റെ ഫസ്റ്റ് ഫേസിലെ ജാനുവരി 23 ഷിഫ്റ്റ് 2 തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ സിസ്റ്റം ഓഫ് ദ ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ ഇഫ്. ഓക്കെ, നോ സൊല്യൂഷൻ. ഓക്കെ, നോ സൊല്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഓക്കെ ഇഫ് ലാംഡ ഇസ് ഈക്വൽ ടു മ്യൂ ഇസ് ഈക്വൽ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നോ സൊല്യൂഷൻ വരാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോ സൊല്യൂഷൻ വരാൻ നമുക്കറിയാം ഒന്ന് ഡി ഇസ് ഈക്വൽ ടു എന്താവണം 0 ആവണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് D1 D2 അതേപോലെ D3 എന്താവണം മക്കളെ നോട്ട് ഈക്വൽ ടു 0 ആവണം. ഓക്കെ, ശ്രദ്ധിക്കുക. ഡി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് ലാംഡയുടെ കാര്യം തീരുമാനമാക്കാം അല്ലേ. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് എന്താക്കാം, ഈ പറഞ്ഞ പോലെ തന്നെ മ്യൂയുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനമാക്കാം. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഞാൻ ലാംഡയുടെ കാര്യത്തിൽ തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഇസ് ഡി അല്ലെ, ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ എന്താണ്. ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് ഓഫ് ഓക്കെ എന്താണ് 1 1 1 അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് വാരിയബിൾസ്. ഓക്കെ, 1 2 5 പിന്നെ എന്താണ് 1 5 ലാംഡ. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്താവണം 0 ആവണം. ശരി, അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഐഡി കൂടി നമുക്ക് എന്താക്കാം യൂസ് ചെയ്യാം അല്ലേ. അതായത് കോളം 2 ഞാൻ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ C2 ഗിവ്സ് എന്താണ് C2 മൈനസ് C1, അതേപോലെ C3 ഗിവ്സ് C3 മൈനസ് C1 ഞാൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഡി ഈസ് ഈക്വൽ ടു 1 1 1 അല്ലേ. ഇവിടെ ആണെങ്കിൽ 1 മൈനസ് 1 0, 2 മൈനസ് 1 1, 5 മൈനസ് 1 is 4. റെഡി, എന്നിട്ട് 1 മൈനസ് 1 0 അല്ലെ, 5 മൈനസ് 1 is 4, ലാംഡ മൈനസ് 1 എന്ന് വരും is equal to 0. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഡിറ്റർമിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത് മനസ്സിലായത്? ഒന്നുമില്ല, ഇവിടെ 1 ആയതുകൊണ്ടാണ് നമുക്ക് ആ പ്രോപ്പർട്ടി പിന്നെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. ഓക്കെ അല്ലേ, 3 സ്ഥലത്തും എന്താണ് 1. അപ്പോൾ ഇവിടെ 1 മൈനസ് 1 ചെയ്താൽ ഇവിടെ 0 ആയിട്ട് പോകും, 1 മൈനസ് 1 ചെയ്താൽ 0 ആയിട്ട് പോകും. റെഡി അല്ലേ. അപ്പോൾ C2 മൈനസ് C1 എന്ന് പറഞ്ഞാൽ C2ലെ ഓരോ എലമെൻറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള C1ന്റെ എലമെൻറ്റിന് നമ്മൾ എന്താക്കുക, സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു നിങ്ങൾ നോക്കിയാട്ടെ 1 ഇൻറ്റു ഓക്കെ ലാംഡ മൈനസ് 1 ഓക്കെ മൈനസ് 16 എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ് 17 എന്ന് വരും. ഓക്കെ, അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 17 ആകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, നോ സൊല്യൂഷൻ ഒരു സാധ്യതയെങ്കിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ 2 നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതേപോലെ തന്നെ ഓപ്ഷൻ 3യും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇനി അപ്പോൾ ഓപ്ഷൻ 1ഉം 4ഉമാണ് നമുക്ക് എന്താക്കാനുള്ളത്, നമുക്ക് സെറ്റ് ആക്കാനുള്ളത്. റെഡി അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മ്യൂ നോട്ട് ഈക്വൽ ടു 18 അതുപോലെ മ്യൂ ഇസ് ഈക്വൽ ടു 18 ആകുമ്പോഴാണ് നമുക്ക് നോ സൊല്യൂഷൻ എന്നാണ് നമ്മൾ ആ ഒരു ഓപ്ഷനാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ലിസൺ. ഓക്കെ, ഒന്നിക്കൽ അപ്പോൾ നമുക്ക് അടുത്ത ഞാൻ D1 D2 D3 ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ D3 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്യാണ്. ഓക്കെ ഗൈസ്, D3 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം അല്ലെ. എന്താണ് D3 എന്ന് പറഞ്ഞാൽ, ഇതാണ് D എന്ന് പറയുന്നത് നമ്മുടെ ഡിറ്റർമിനന്റ്. ഓക്കെ അല്ലേ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ തേർഡ് കോളത്തിൽ നമ്മൾ ആര് വെച്ച് റീപ്ലേസ് ചെയ്യണം, 6 9 മ്യൂ വെച്ചിട്ട് നമ്മൾ എന്താക്കണം, റീപ്ലേസ് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ D3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 1 അല്ലേ, പിന്നെ എന്താണ് 1 അതേപോലെ എന്താണ് 1 അല്ലെ, പിന്നെ എന്താണ് 1 2 5. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ 1 5 ലാംഡയ്ക്ക് പകരം 6 9 മ്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു 0 ആവണം. ഓക്കെ, അപ്പോൾ D3 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസ് നമ്മൾ എന്താക്കാണ്, എടുത്ത് നോക്കുകയാണ്. റെഡി, ശ്രദ്ധിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നോട്ട് ഈക്വൽ ടു 0 ആയെങ്കിൽ തന്നെ നമുക്ക് എന്തായി, നോ സൊല്യൂഷൻ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. റെഡി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും, 1 ഇൻറ്റു 2 മ്യൂ മൈനസ് 45. ഓക്കെ, മൈനസ് 1 ഇൻറ്റു മ്യൂ മൈനസ് 9. ഓക്കെ, പ്ലസ് 6 ഇൻറ്റു എന്താണ് 5 മൈനസ് 2 അഥവാ 3 അല്ലെ, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു എന്താണ് 0. ഓക്കെ, അപ്പോൾ 2 മ്യൂ മൈനസ് 45 മൈനസ് മ്യൂ ഓക്കെ പ്ലസ് 9 പ്ലസ് 18 ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, അവിടെ 2 മ്യൂ മൈനസ് മ്യൂ നമുക്കറിയാം എന്താണ് മ്യൂ ആണ് അല്ല. പിന്നെ ഇവിടെ മൈനസ് 45 പ്ലസ് 9 പ്ലസ് 18 നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം മൈനസ് 45 അല്ലെ, ഇതെന്താണ് പ്ലസ് 27 നോട്ട് ഈക്വൽ ടു 0 അഥവാ മ്യൂ മൈനസ് എന്താണ് 18 നോട്ട് ഈക്വൽ ടു എന്താണ് 0. ഓക്കെ, അഥവാ മ്യൂ നോട്ട് ഈക്വൽ ടു എന്താണ് 18 എന്ന് വരും. റെഡി അല്ലേ. സോ മ്യൂ നോട്ട് ഈക്വൽ ടു 18 എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്, ഓപ്ഷൻ 1 ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.